കിടപ്പ് രോഗികളുടെ മലമൂത്ര വിസർജനം നിങ്ങൾ ഗ്ലൗസ് കൊടുക്കുമായിരുന്നു ആ കുട്ടിക്ക് അതൊക്കെ വരാനായിട്ട്. ഇതെന്തൊക്കെയാ കേൾക്കുന്നത്? ഒരു ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് അവിടുത്തെ പണികളൊക്കെ എടുപ്പിക്കുന്നു. ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തി എന്തോ കാണിക്കുന്നത്? നിങ്ങൾ അവിടുത്തെ എന്തോ മറ്റേ മാടമ്പി തമ്പുരാട്ടിയാ മേളി കയറി ഇവരുടെ ആവശ്യങ്ങൾ നടത്താനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ? കാരണം ഇതിനകത്ത് പറയാനുള്ള കാരണം ഒരു പോക്സോ ആയിട്ടുണ്ട്. സ്വന്തം മോന് ആ സ്ഥാപനത്തിൽ വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ എന്ന് കൂടെ പറയണം. കാരണം ഒരിക്കലും അവരിപ്പോ കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഓട്ടവർ അവൻ നീ കൊണ്ടുവന്ന് എന്നെ താമസിച്ച അന്ധകാരത്തിലാടി. വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടില്ലെന്നും കൊണ്ടുപോടി. അന്ന് വരെ ഞാൻ പട്ടിണിയും ആടി. ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറെ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വിടുമാതിരി അനാഥാലയ നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല, ഇതൊരു സീരിയസ് മാറ്റർ ആണ്. അതായത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, മുതിർന്നവർ ഉൾപ്പെടെ, വാർദ്ധക്യം ബാധിച്ചവരുൾപ്പെടെ ഒരു അനാഥാലയത്തിൽ കിടന്ന് നരകിക്കുന്നു. കഴിക്കാൻ ആഹാരം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ജീവിത രീതി പ്രോപ്പറായിട്ട് അവിടെ നടക്കുന്നില്ല. അപ്പൊ ഇവർക്ക് കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ ഇവർ എങ്ങനെ വിനിയോഗിക്കുന്നു, എന്തിനു വിനിയോഗിക്കുന്നു? ഞാൻ ഈ പറഞ്ഞു വരുന്നത് ജീവമാതാ കാരുണ്യ ഭവൻ, തേപ്പുപാറ, അടൂർ, പത്തനംതിട്ട ഈ ഒരു ഓർഫനേജിനെ കുറിച്ചാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. കഴിഞ്ഞ മാസം ഒരു ഒക്ടോബർ മാസത്തിൽ ഈ അനാഥാലയ നടത്തിപ്പുകാരി അവരുടെ മകന് വേണ്ടി അതേ അനാഥാലയത്തിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയും അതൊരു വൈറലായിരുന്നു. അത്യാവശ്യം നല്ല വീഡിയോസ് ഒക്കെ റീച്ചിലേക്ക് എത്തുകയും അവരൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുകയും അവർ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 8ാം മാസം ഈ പെൺകുട്ടി പ്രസവിക്കുകയുണ്ടായി. അതായത് കല്യാണം കഴിച്ചു കൊടുത്തത് ഈ പറഞ്ഞ 18ാമത്തെ വയസ്സിലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് 8ാം മാസത്തിലേക്ക് വന്നത്? ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ആ പെൺകുട്ടി പ്രസവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ജന്മം നൽകുന്നുള്ള കാര്യം. അപ്പൊ അതൊരു പോക്സ്കോ ആക്ടിലേക്ക് പോകത്തില്ലേ? തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ, അതായത് വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ കേസും എടുത്തിട്ടുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തയും ഇതിനിടയിൽ അവിടെ കിടന്ന് നരകിക്കുന്ന ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള വീഡിയോ സഹിതം അല്ലെങ്കിൽ തെളിവ് സഹിതമായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഓക്കെ, ഈ ഒരു ഓർഫനേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ദിവസങ്ങളായിട്ട് പല ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളും വീഡിയോ സഹിതമായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇതിനെപ്പറ്റി വലുതായിട്ട് ചെയ്യാതിരുന്നത് ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതമാർഗം കൊടുത്തൊരു കാര്യമാണ്. ആ പെൺകുട്ടി അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ അതിനിടയിലേക്ക് കുത്തി കയറി വേറൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിനകത്ത് വലുതായിട്ട് ഇടപെടാതെയും അല്ലെങ്കിൽ വലുതായിട്ടൊരു വീഡിയോ ചെയ്യാതിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന ഇതിനെ പറ്റിയുള്ള ആദ്യത്തെ വീഡിയോ ആയിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള തെളിവുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അവിടെ തന്നെ വാർഡനായിട്ട് വർക്ക് ചെയ്തിരുന്ന സന്ധ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു വിടാനുള്ള കാരണം എന്താണെന്ന് ഈ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ അവരെ ഉപദ്രവിച്ചത് കൊണ്ട് അതിന്റെ വീഡിയോ സഹിതം തെളിവുകൾ വെച്ച് കേസ് കൊടുത്തിട്ടാ പറഞ്ഞു വിട്ടേന്ന്. പക്ഷെ അത്തരത്തിലുള്ള തെളിവോ കാര്യങ്ങളോ ഇവരുടെ കയ്യിൽ ഇല്ല. അത് സംബന്ധിച്ചുള്ള വീഡിയോ കൃത്യമായിട്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതിനുശേഷം അതായത് അവിടുത്തെ അന്തേവാസി വാർദ്ധക്യം ബാധിച്ച്, അതായത് വീട്ടിൽ ചിലപ്പോൾ മക്കൾക്ക് നോക്കാൻ വയ്യാതെ പ്രായമായപ്പോഴത്തേക്കിന് അവിടെ കൊണ്ട് ആ വിട്ട അമ്മയ്ക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. മനസ്സിലായ? ആ സാധിക്കാത്ത അവസ്ഥ എന്താണ്? അവർക്ക് എന്താണ് കഴിക്കാൻ കൊടുക്കുന്നത്? അതായത് പഴകിയ ചോറുകൾ. കുട്ടികൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്ക് പ്രോപ്പറായിട്ട് അവിടെ പരിചരിക്കാൻ, അതായത് ഡേ ടു ഡേ ലൈഫ് അവരെ കുളിപ്പിച്ച് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ പോലും ഒരു സാഹചര്യം അവിടെ കിട്ടുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടത്തുമ്പോൾ അവർക്ക് എവിടെയാണ് പൈസ? ഞാൻ ഇത് വാഗോണ്ട് പറയുന്നത് കൃത്യമായിട്ട് വീഡിയോ സഹിതം ഞാൻ ഈ വീഡിയോക്കകത്ത് വെക്കുന്നതായിരിക്കും. അപ്പൊ ഇവർക്ക് കിട്ടുന്ന പൈസയൊക്കെ അവർ എന്ത് ചെയ്യുന്നു? ഇത് എന്തിനാണ് വിനിയോഗിക്കുന്നത്? അവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയല്ലേ വിനിയോഗിക്കുന്നത്? ഇവർ ഏത് രീതിയിലാണ് ഒരു ഓർഫനേജ് കൊണ്ട് നടക്കുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നിലേക്ക് വന്നിട്ട് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുകയാണോ? നിങ്ങളുടെ പിന്നെ ജോലി എന്തുവാ? ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് സത്യമാണോ എന്ന് നോക്കിയിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കണ്ടേ? അത് ഇനിയും ഒരുപാട് മാതാപിതാക്കൾ ഇതുപോലുള്ള ഓർഫനേജിലേക്ക് കൊണ്ടുവിടുമ്പോൾ അവർക്കൊരു പ്രോപ്പർ പരിചരണമല്ല അവിടെ കിട്ടുന്നുണ്ടെങ്കിലോ എന്താ ഇതിനർത്ഥം? എന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആദ്യം ഇതേ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന, അതായത് പറഞ്ഞു വിട്ടു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വ്യക്തിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഓൾഡ് ഏജ് ഹോമിൽ അതിക്രമിച്ച് കയറി അമ്മമാരുടെ വീഡിയോ എടുത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ എൻ്റെ അടുത്ത് ചിൽഡ്രൻസ് ഹോമിലും ഓൾഡ് ഏജ് ഹോമിലെയും കാര്യങ്ങൾ നോക്കണമെന്നാണ് ചേച്ചി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റത്തില്ല ചിൽഡ്രൻസ് ഹോമിലെ. അതുകൊണ്ട് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കര വെച്ച്. ഞാൻ 3 മാസം കിടപ്പിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ കുറേ കാലം കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയത്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു. എൻ്റെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടിയും പറഞ്ഞു, ചേച്ചി ഓൾഡ് ഏജ് ഹോമിൽ നിന്നോ ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കരാറിന്റെ പുറത്ത് ഞാൻ ചേച്ചിയോടും പറഞ്ഞിട്ടാണ് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയത്. ചേച്ചി എന്തർത്ഥത്തിലാണ് ഇങ്ങനെ വന്നിരുന്നു കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അടുത്തത്, അമ്മക്കൊരു നേരത്തെ ആഹാരമോ വസ്ത്രമോ പാർപ്പിടവോ തരുമ്പോൾ
നിങ്ങളോട് സ്നേഹമുള്ളവർ ഒരു പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരു ദിവസം കണ്ട എന്നോട് എന്തിനാ ചേച്ചി അവരുടെ കഷ്ടപ്പാട് പറയുന്നത്? ഇത് ഈ കഷ്ടപ്പാട് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, അതായത് അവിടെ വാർദ്ധക്യം ബാധിച്ച് അവിടെ ജീവിക്കുന്നവർ ഇവരോട് കഷ്ടപ്പാട് പറഞ്ഞു എന്ന് പറയുന്നല്ലോ. നമുക്കത് ക്ലിയർ ആയിട്ട് തന്നെ നോക്കാം. ഇപ്പൊ ഇവരുടെ വാഗൊണ്ട് മാത്രം പറയണ്ട, ഞാൻ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. നീ കൊണ്ടുവന്ന് എന്നെ താമസിച്ച് അന്ധകാരത്തിലാടി. വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടില്ലെന്നും കൊണ്ടുപോടി. അന്ന് വരെ ഞാൻ പട്ടിണിയും ആടി. ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വീടും അതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയും എന്നെ കൊണ്ടാക്കടി. വല്ലാത്ത വിഷമം. തീരെ വയ്യാടി, പനി പിടിച്ച് കിടക്കുക. ആശുപത്രി പോലും കൊണ്ടുപോവുകയില്ല. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, എനിക്ക് കൊല്ലത്തെ ഓട്ടത് എവിടെയും കൊണ്ടാക്കാം. നിങ്ങളെ ഞാൻ വിളിച്ചെന്ന് അറിയിക്കരുത്. എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചോണ്ട് പോകും. ഈ അമ്മയുടെ അവസ്ഥ ഇപ്പൊ ആ ഓൾഡേജ് ഹോമിൽ എന്തായിരിക്കും എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികൃതർ ഒന്ന് തിരക്കണം, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പ്രായമായി വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് തുല്യമായി വരുമല്ലോ. അവർക്ക് ചെറിയ പരിചരണം എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ പോലും അത് ഏറ്റവും വലിയ കുറ്റമായിട്ടായിരിക്കും അവർ കാണുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പം വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അവരുടെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് ആ രീതിയിലായിരിക്കും ഹേർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ആ ഒരു സമയത്ത് അവരെ അങ്ങനെ നോക്കിയിരുന്നല്ലേ, ഇങ്ങനെ നോക്കിയിരുന്നല്ലേ, എനിക്ക് ഇങ്ങനെ ഒരു സമയം അപ്പൊ ആരും ഇല്ലല്ലോ എന്നുള്ള ചിന്താഗതി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലേക്ക് കണക്ട് ആയി വരുന്നത് ഈ ഒരു പ്രായത്തിൽ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ നോക്കിയ മക്കളുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അപ്പം ഇവരുടെ മനസ്സിലുള്ള മാനസികമായിട്ടുള്ള വികാരങ്ങൾ ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ അമ്മ ഇപ്പം ഓപ്പൺ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷം ആ അമ്മയുടെ അവസ്ഥ അവിടെ എന്താണ് എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും. എന്തായിരിക്കും ഇനി ഈ ഉദയഗിരിജ അവിടെ കാണിച്ചു കൂട്ടിയെന്നൊന്നും പ്രോപ്പറായിട്ട് അറിയത്തില്ല. ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തിരുവറപ്പന്നെ ഓർത്തെങ്കിൽ നീ എന്നെ രക്ഷിക്കടി. ഞാനെന്തോ ഒരാളാണ് നിങ്ങളോട് ചെയ്തത്. ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ അമ്മേ? മതിയൊക്കെ അവളെടുത്തിട്ടുണ്ടോ ഫോണ്? ഇല്ല, ഞാനത് റെക്കോർഡ് ചെയ്യുക, അല്ലാതെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇത് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ആ അമ്മ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വരണം. ഇപ്പൊ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത് എന്നെ മാത്രം അവിടെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ അമ്മയുടെ കാര്യമാണെങ്കിൽ അമ്മയെ പോലെ എത്രയോ വ്യക്തികൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇതുപോലുള്ളൊരു പരിചരണം അവർക്കും കിട്ടുന്നില്ലല്ലോ പ്രോപ്പറായിട്ട്. അവർക്ക് കഴിക്കുന്ന ഫുഡ് എന്തോന്ന് ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നത്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത്തരത്തിലൊരു പരിചരണം അവർക്ക് കിട്ടാത്തപ്പോഴത്തേന് അമ്മ കാണിച്ചത് സത്യം പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെ. അത് പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് ഇട്ടത് നല്ലതാ. ഇനി അവരൊരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടി സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേന് അത് പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായി ഉറപ്പുവരുത്തണം. കാരണം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു ലൈസൻസ് കൊടുക്കുമ്പോഴത്തേന് അതിന് പ്രോപ്പറായിട്ട് അതിനെന്താ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, എങ്ങനെ പരിചരിക്കണം, എങ്ങനെ ചെയ്തുകൂടാ, എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അവരുടെ സമാധാനത്തിനും സൗകര്യത്തിനും എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥാപനത്തിന് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊന്നും പ്രോപ്പറായിട്ട് നോക്കുന്നില്ല. ഇവരുടെ സ്വാർത്ഥ താല്പര്യം നോക്കിക്കൊണ്ടും ഇവരുടെ ആവശ്യങ്ങൾ നടത്താനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ? കാരണം ഇതിനകത്ത് പറയാനുള്ള കാരണം ഒരു പോക്സോ ആക്ട് ഉണ്ട്. സ്വന്തം മോന് ആ സ്ഥാപനത്തിൽ വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ എന്ന് കൂടെ പറയണം. കാരണം ഒരിക്കലും അവരിപ്പോ കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന വോട്ടവർ അവൻ ചെയ്ത നല്ല കാര്യം. അവൻ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ട് അതിനെ ഏറ്റെടുത്ത് സ്വന്തമായിട്ട് കൂടെ ജീവിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കാണിച്ച കാര്യം അതുപോലെ എത്രയോ കുട്ടികളോ അല്ലെങ്കിൽ എത്രയോ ആൾക്കാരവിടെ വരുന്നതാണ്, ഇനിയും വരാനുള്ളവരാണ്. അവർക്ക് എന്ത് സെക്യൂരിറ്റിയാണ് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം കൃത്യമായിട്ട് ഇതിനകത്ത് വരുന്നൊരു കാര്യം. ഇനി നമുക്ക് ആ സന്ധി പറയുന്ന ബാക്കി കൂടെ കേൾക്കാം. പറയുന്നത് അതിനുള്ള മറുപടി ചേച്ചി എനിക്ക് താ. പിന്നെ ചേച്ചി പറയുന്നതാണ് കുട്ടികളുടെ വീഡിയോ എടുക്കാൻ ചെന്നു. കുട്ടികളപ്പം എന്നെ വഴക്ക് പറഞ്ഞു. ഞാനുമായിട്ട് വഴക്കുണ്ടായപ്പം ചേച്ചി എന്നെ പറഞ്ഞു വിട്ടെന്ന്. ആദ്യം കുട്ടികളുമായിട്ട് വഴക്കിട്ടെ. കുട്ടികളുമായിട്ട് വഴക്കും ഇട്ടിട്ടില്ല. കുട്ടികളുമായിട്ട് നല്ല സ്നേഹമായിരുന്നു. ആ കുട്ടികളെ ചേച്ചി പറഞ്ഞ് വീഡിയോ ഇരിപ്പുണ്ട്. കേസ് കൊടുത്തപ്പം ആ വീഡിയോ ഒക്കെ സബ്മിറ്റ് ചെയ്തെന്ന്. ആ വീഡിയോ ഒന്ന് പുറത്ത് കാണിക്കണം. ഞാൻ നിന്നപ്പോൾ ഉള്ള വീഡിയോകളൊന്ന് പുറത്ത് കാണിക്കണം. തലയിൽ പേൻ ഇങ്ങനെ നുരഞ്ഞു പൊങ്ങുക. അതെല്ലാം കൂടി ഞാനും ഈ സുമയും കൂടി നിന്നാണ് എണ്ണയൊക്കെ തേച്ച് ചീകി വൃത്തിയാക്കി പേനൊക്കെ കൊന്ന് ആ കുട്ടികളെ കുളിപ്പിച്ച് സ്കൂളിൽ ഇടുന്നത്. മനസ്സിലായോ? ആ ഫുട്ടേജൊക്കെ ഒന്ന് വിട് ചേച്ചി. CCTVയിലുള്ള ആ ഫുട്ടേജൊക്കെ ഒന്ന് വിട്. ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ. പിന്നെ ഈ തല്ലുന്ന ബഹളം ഉണ്ടാക്കി വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, അതും കൂടിയൊക്കെ ഒന്ന് വിടണേ. ഞാനും കൂടി ഒന്ന് കാണട്ടെ. ഞാൻ ഇതൊക്കെ ഒരു ഓർഫനേജിനെതിരെയുള്ള വ്യക്തമായ ആരോപണങ്ങളാണ്. കാരണം CCTV ഉണ്ട്, അതിന്റെ ഫൂട്ടേജ് അവിടെ കൃത്യമായിട്ട് ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ഇത് വ്യക്തമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമല്ല, അവർക്ക് കൊടുക്കേണ്ട വ്യക്തമായിട്ടുള്ള ഫെസിലിറ്റി, അതായത് കുട്ടികൾക്ക് കൊടുക്കേണ്ട വ്യക്തമായിട്ടുള്ള ഫെസിലിറ്റീസ് നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് തന്നെ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടതും ഇത് അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന ഉദയഗിരിജ എന്ന് പറഞ്ഞ വ്യക്തിക്കുണ്ട്.
അല്ലാതെ സ്വന്തമായിട്ട് വന്ന് നടന്ന് വെളുപ്പിക്കാനൊന്നും നിൽക്കല്ലേ ഈ കാര്യത്തിൽ. വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വന്ന് നടന്ന് വെളുപ്പിക്കാവൂ. ഒരു കാര്യം ഞാനും കൂടി ഒന്ന് കാണട്ടെ. ഞാൻ പോകുന്നതിന്റെ തലേന്നാണ് അമ്മമാരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് പുളിച്ച കഞ്ഞി കിട്ടി, ഇങ്ങനെ അമ്മ ഇത് എന്നും ഇങ്ങനെ തരുമെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മമാർ പറഞ്ഞത് മിക്ക സമയവും അന്നദാനം ഉണ്ടെങ്കിൽ 2-3 ദിവസം തിളപ്പിച്ചൂറ്റി കഞ്ഞിയായിട്ടും ചോറായിട്ടും തരുമെന്ന്. അതവിടെ നിൽക്കട്ടെ. കുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതാണോ തരുന്നത്? കുട്ടികൾ പറഞ്ഞത് അമ്മമാർക്ക് മാത്രമേ കൊടുക്കൂ, ഞങ്ങൾക്ക് കൊടുക്കത്തില്ല, തരില്ലെന്ന്. അതെന്തുകൊണ്ടാ? CWCയുടെ ഫണ്ടിൽ അവർ ചെയ്തു തന്ന ബിൽഡിങ്, CWCയുടെ പിന്നെ ശുപാർശയിൽ അവിടെ വന്ന കുട്ടികൾ, പിന്നെ അവരുടെ ഒരു അന്വേഷണം എപ്പോഴും ഉണ്ടായതുകൊണ്ടാണ് അവർക്കത് കൊടുക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫുഡും അവർക്ക് കൊടുത്തേന്. ഞാൻ കേസ് കൊടുത്തു. ഞാൻ അവിടെ വന്നിട്ട് ഈ 2 കുട്ടികളെ, അതായത് ഈ അമ്പിളി എന്ന് പറയുന്ന കുട്ടിയെയും പിന്നെ ലക്ഷ്മിയെയും അവിടുന്ന് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റണം. അവർക്ക് അമ്പിളി എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ 9 വയസ്സും 3.25 വയസ്സും പ്രായമുള്ള കുട്ടികളുടെ അമ്മയാണ്. പോഷകാഹാരമില്ല. നേരം വെളുത്ത് 6 മണി തൊട്ട് തുടങ്ങുന്ന ജോലിയാണ്. ആ ഓൾഡ് ഏജ് ഹോമിലുള്ള അത്രയും ആൾക്കാരുടെ തുണി കഴുകണം, അവർക്ക് 3 നേരം കഴിക്കുന്ന പാത്രം കഴുകണം, അവിടെ മൊത്തം അടിച്ചു വാരണം. ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന കിടപ്പ് രോഗികളുടെ മലമൂത്ര വിസർജനം നിങ്ങൾ ഗ്ലൗസ് കൊടുക്കുമോ? നിങ്ങൾ ഗ്ലൗസ് കൊടുക്കുമായിരുന്നു ആ കുട്ടിക്ക് അതൊക്കെ വരാനായിട്ട്? ഇതെന്തൊക്കെയാ കേൾക്കുന്നത്? ഒരു ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് അവിടുത്തെ പണികളൊക്കെ എടുപ്പിക്കുന്നു. ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തി എന്തോ കാണിക്കുന്നത്? നിങ്ങൾ അവിടുത്തെ എന്തോ മറ്റേ മാടമ്പി തമ്പുരാട്ടിയാ മേളിൽ കയറി ഇരുന്നിട്ട് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പണി ചെയ്യിപ്പിക്കാനായിട്ട്? ഇതൊക്കെ എവിടുന്നൊക്കെ ഈ സഹായം കിട്ടുന്നത്? നിങ്ങൾക്ക് എവിടുന്നൊക്കെ ഇതിന്റെ പൈസ, ഇതിന്റെ വരുമാനങ്ങൾ വരുന്നത്? ഇതൊക്കെ എന്താ ഉപയോഗിക്കാത്തത്? ഇതൊക്കെ എവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ? പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ? വീട്ടിലെ ചെലവ് നടത്താൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും അധികം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഈ സിറ്റുവേഷൻ മുതലെടുക്കാമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരെടുത്ത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പെരുമാറിയാലും നമുക്ക് അവരോട് പറയാൻ പറ്റുന്ന, അതായത് ഒരു മാടമ്പി എന്ന രീതിയിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. നിനക്ക് ഇതൊക്കെ തന്നല്ലോ, അതൊക്കെ കഴിച്ചോടെ കിടന്നൂടെ? ഇങ്ങനെയാണോ വേണ്ടത്? ഇങ്ങനെയാണോ? അപ്പം ഇത് ഒന്നുമില്ലാത്ത ആൾക്കാരല്ലേ? ഒന്നും ഇല്ല എന്ന് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാവോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ. അവർ അയ്യോ വേണ്ട മാഡം, ഞങ്ങൾ ഇങ്ങനെ നിന്നോളാം മാഡം, ഒരു കുഴപ്പമില്ല, അയ്യോ ഒന്നും വേണ്ട മാഡം, അല്ലേ? ജീവിച്ചാൽ മതി. 2 പിള്ളേർ, ഇപ്പൊ പറഞ്ഞില്ലേ 2 പിള്ളേർ, 9 വയസ്സ് 3.5 വയസ്സ് പ്രായമുള്ള 2 പിള്ളേരുണ്ട്. എന്റെ പിള്ളേരെ ഒന്ന് നോക്കിയാൽ മതി, പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചാൽ മതി, ജയിപ്പിച്ചാൽ മതി, വിഷയമില്ല, അല്ലേ? അങ്ങനെ പറഞ്ഞാണോ നമ്മൾ നിൽക്കേണ്ടത്? അങ്ങനെ വേണ്ടിയിട്ടാണോ നിൽക്കേണ്ടത്? അല്ലെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ടത്? അവർക്ക് അന്തസ്സായിട്ട് ഒരു വാടകയ്ക്ക് വീടെടുത്തുന്ന പിന്നെ പോയിട്ട് തള്ള ജോലിക്ക് പോയാൽ മതിയല്ലോ, അവർക്ക് സുഖമായിട്ട് നോക്കാമല്ലോ. അപ്പൊ നിങ്ങൾ ആ അവസരം, അല്ലെങ്കിൽ അവർക്ക് ഇല്ലായ്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആ ഇല്ലായ്മയെ നിങ്ങൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സ്ഥാപനത്തിനകത്ത് പല ജോലികൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? അങ്ങനെയാണോ വേണ്ടത്? അവിടെ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റാഫിന് അവൈലബിലിറ്റി വേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതാണ് ഇതിന്റെ മേജർ സീരിയസ് ഇഷ്യൂ. ഈ ന്യൂസ് ഞാൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആദ്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം. പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചത് പോക്സോ കേസ്. പ്രായപൂർത്തിയാകും മുമ്പ് ഗർഭിണിയായതുകൊണ്ട് ശിശുക്ഷേമ സമിതി റിപ്പോർട്ടിന്മേലാണ് നടപടി. അനാഥാലയം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത്. കല്യാണം കഴിഞ്ഞ് 7-ാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെയാണെന്ന് വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത്. പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതായത് പൂർണ്ണ വളർച്ചയെത്തിയ കൊച്ചിനെയാണ് പ്രസവിച്ചതെന്ന് ഡോക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിനകത്ത് എന്താണ് സംഭവം നടന്നെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്, അറിയുന്ന കാര്യമാണ്, പച്ചയായ സത്യം തന്നെ. പിന്നെ അവനത് ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇടയ്ക്ക് കയറി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവിടെയുള്ള ബാക്കി ആൾക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട കാര്യം നിങ്ങൾക്കും ഉണ്ട്, ഇത് കാണുന്ന ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ വീഡിയോ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ന്യൂസും കൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അനാഥാലയ നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് CWCയുടെ റിപ്പോർട്ടിലുള്ളത്. 2024 ഒക്ടോബർ 9-നാണ് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായത്. 2 ആഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം. ഈ കാലയളവ് കണക്കാക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. CWC കൃത്യമാണ്. കാരണം ഒരു കുട്ടിയായി ഏകദേശം
ഈ ഒരു നമ്മൾ അത് ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ടൈം പീരീഡിലായിരിക്കും കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് 2 മാസം ഗ്യാപ്പ് കൃത്യമായിട്ട് വന്നല്ലോ. 2 മാസം, അതും 2 മാസത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ടുള്ള 8 മാസം, കറക്റ്റ് 10 മാസം. ഇത് പ്രോപ്പറായിട്ട് കാണുന്ന ആൾക്കാർക്കും ഇതെന്താണെന്ന് അറിയുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അതിനകത്തോട്ട് വലുതായിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നിട്ടുണ്ട്, ഇതാണ് ഇതിന്റെ മേലിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇത് നടന്ന കാര്യമാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നടന്ന കാര്യമാണെന്ന് അറിഞ്ഞു വെച്ചിട്ടുണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ, അതായത് ഈ 3.5 കോടി ജനങ്ങളും അറിയുന്ന രീതിയിലും കേൾക്കുന്ന രീതിയിലും ഞങ്ങൾ ഏറ്റവും വലിയൊരു സഹായമാണ് ആ പെൺകുട്ടി ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടതാ വീഡിയോ ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു, നല്ലൊരു സഹായം ചെയ്തു കൊടുത്തു, ആ അമ്മായി അമ്മയുടെ മനസ്സുണ്ടല്ലോ ഇങ്ങനെ നിന്ന് തൊഴണമെന്ന്. അപ്പൊ നിങ്ങൾ അവിടെ സഹായമല്ല ചെയ്തു കൊടുത്തത് അല്ലേ, ഒരു ഉപദ്രവം ഉണ്ടായിട്ട് ആ ഉപദ്രവത്തെ മറച്ചു വെച്ച് അതേ സഹായമാക്കി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അവരെ ഏറ്റെടുത്ത്. അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും ഇത് കാണുമ്പോഴത്തേക്ക്. കാരണം കണക്കുകൾ കൃത്യമായിട്ട് പരിശോധിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈ ന്യൂസുകളും അല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടെന്നാ കാണിക്കാലോ. ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടറുടെ ആദ്യം ചെല്ലുമല്ലോ, ചെയ്യുമ്പോൾ അവർ തന്നിട്ടുള്ള ആദ്യത്തെ ഇത്ര നാളായി എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സംഭവം നിങ്ങളെടുത്ത് പുറത്തുവിടും. അതിന്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകൾ കാണില്ല, രേഖകളൊക്കെ എടുത്ത് പുറത്തു വിടും. നിങ്ങൾ പ്രോപ്പർ ചാനൽ ആദ്യം തൊട്ട് നിന്നുള്ള രേഖകളൊക്കെ എടുത്ത് പുറത്ത് കാണിക്കും. അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നതും ഈ ന്യൂസ് വന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല, നിങ്ങൾ പ്രോപ്പർ ആണെന്ന്. പക്ഷെ ആ ഡോക്ടറിനും കൂടെ അത് കൺഫേം ചെയ്തിരിക്കണം നിങ്ങൾ ഈ പറയുന്ന കാര്യം കറക്റ്റ് ആണെന്നുള്ളത്.